കാരണവർ വധക്കേസ് പ്രതി ഷെറിന്റെ മർദ്ദനത്തിനിരയായ തടവുകാരി, വിദേശ തടവുകാരിയാണ്, അവരെ ജയിലിൽ മാറ്റുന്ന വാർത്ത വരുന്നുണ്ട്. കണ്ണൂർ വനിതാ ജയിലിൽ മർദ്ദനത്തിനിരയായ നൈജീരിയൻ പൗര ജൂലി തിരുവനന്തപുരം വനിതാ ജയിലിലേക്കാണ് മാറ്റിയത്. സഹതടവുകാരിയെ ആക്രമിച്ചതിന് ഷെറിനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തിരുന്നു. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ ചേരുന്നു. എസ് കെ സജോ, എന്തുകൊണ്ടാണ് അവരെ ആ ജയിലിൽ നിന്ന് മാറ്റുന്നത്? ഷെറിനല്ലേ മാറ്റേണ്ടത്? ഹാഷ്മി, സാധാരണ അങ്ങനെയാണ് വേണ്ടത്. ഇക്കാര്യത്തിൽ ആകെ തലതിരിവ് ആരോപണം നേരത്തെ മുതൽ തന്നെ ഉണ്ടല്ലോ. കാരണവർ വധക്കേസിലെ പ്രതി ഷെറിൻ കണ്ണൂർ പള്ളിക്കുന്നിലെ വനിതാ ജയിലിലാണ് കഴിയുന്നത്. ശിക്ഷ അനുഭവിക്കുന്നത് അവിടെയാണ്. ഇതിനിടെയാണ് കഴിഞ്ഞ 24-ാം തീയതി നൈജീരിയൻ പൗരയായ കെയ്ൻ ജൂലി എന്നയാളെ കുടിവെള്ളം എടുക്കാൻ പോകവേ ഷെറിനും മറ്റൊരു തടവുകാരിയും ചേർന്ന് തടഞ്ഞു വെക്കുകയും ആക്രമിക്കുകയും ചെയ്തു എന്നതാണ് ആ പരാതി. ആ പരാതിയിൽ ഷെറിനെ ഒന്നാം പ്രതിയാക്കി കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കെയ്ൻ ജൂലി, നൈജീരിയൻ പൗരയായ കെയ്ൻ ജൂലിയെ തിരുവനന്തപുരത്തെ വനിതാ ജയിലിലേക്ക് മാറ്റിയത്. നമ്മൾ മനസ്സിലാക്കുന്നത്, ഔദ്യോഗിക വിശദീകരണം എന്ന നിലയ്ക്ക് പുറത്തു വരുന്നത് അവരുടെ കൂടി താല്പര്യം പരിഗണിച്ചാണ്, അതായത് സുരക്ഷ സംബന്ധിച്ച് അവരുടെ കൂടി ആശങ്ക പരിഗണിച്ചാണ് ഇങ്ങനൊരു നടപടി എന്നതാണ് ഇപ്പോഴത്തെ വാദം. പക്ഷേ നേരത്തെ ഇവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും അതിനുശേഷമാണ് കണ്ണൂർ ടൗൺ പോലീസ് ഷെറിൻ ഉൾപ്പെടെ 2 പേർക്കെതിരെ, ഷെറിനെ ഒന്നാം പ്രതിയാക്കി മറ്റൊരു തടവുകാരി ഷബ്ന, അങ്ങനെ 2 പ്രതികളാണ് കേസെടുത്തിരുന്നു. അവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ അതിൻ്റെ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഇവരുടെ കൂടി സുരക്ഷാ ആശങ്ക പരിഗണിച്ചാണ് ജയിൽ മാറ്റം എന്നാണ് പറയുന്നത്. ഈ ഭാസ്കർ കാരണവർ വധക്കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന ഷെറിന് ജയിൽ മോചനത്തിനുള്ള വഴി ഒരുങ്ങി നിൽക്കുകയാണ്. അതിൻ്റെ ഫയൽ ഗവർണറുടെ പരിഗണനയിലാണ്. 14 വർഷം ശിക്ഷ പൂർത്തീകരിച്ചു, നല്ല നടപ്പ്, ട്രാക്ക് റെക്കോർഡ്, അങ്ങനെ പല കാരണങ്ങൾ മാനസാന്തരമൊക്കെ ചൂണ്ടിക്കാട്ടി ജയിൽ ഉപദേശക സമിതി നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭ അംഗീകാരം നൽകുകയും ഏറ്റവും ഒടുവിൽ ശിക്ഷ ഇളവിൻ്റെ ഫയൽ ഗവർണറുടെ മുന്നിലാണ് താനും. അതൊക്കെ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഷെറിൻ വീണ്ടും ഒരു കേസിൽ പ്രതിയായത്. അതിനിടെ പരാതിക്കാരിയെ തിരുവനന്തപുരത്തേക്ക് മാറ്റി ഈ കേസിൽ താൽക്കാലിക സമവായം ഉണ്ടാക്കാനാണോ എന്നറിയില്ല. ഏതായാലും അങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടുള്ളതിൽ ഔദ്യോഗിക വിശദീകരണം എന്ന നിലയ്ക്ക് പുറത്തു വരുന്നത് അവരൊരു വിദേശ വനിതയാണ്, അതുകൊണ്ട് അവർ കൂടി മുന്നോട്ട് വെച്ച സുരക്ഷാ ആശങ്ക പരിഗണിച്ചാണ് ജയിൽ മാറ്റം എന്നതാണ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. അതിൻ്റെ മറ്റു കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട്. ഒപ്പം ഇത് ഈ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുകയില്ല. അവരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയതാണ് ആവശ്യമെങ്കിൽ തിരുവനന്തപുരത്തേക്ക് ഉദ്യോഗസ്ഥരെ അയക്കുന്നതിനും തടസ്സമില്ലല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും നിലയ്ക്ക് കേസിനെയും ബാധിക്കില്ല എന്നാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി വരുന്ന വിശദീകരണം. ഓക്കെ സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.